തത്വമസിയിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ജി ബാലകൃഷ്ണൻ. ഹരിയോ. ഇന്നത്തെ തത്വമസിയിൽ വേദസ്തുതിയുടെ തുടർച്ചയായി ഭഗവാന്റെ മായയെക്കുറിച്ചുള്ള വർണ്ണനയാണ്. ത്രിഗുണാത്മികയായ മായയെ തൻ്റെ ഇച്ഛയ്ക്കൊത്ത വിധം തുള്ളിച്ചുകൊണ്ടിരിക്കുന്ന നിന്തിരുവടിയെ തന്നെയാണ് ആദികാരണമായ പരമാർത്ഥ തത്വമെന്നും ആകയാൽ ഭജനീയനെന്നും നിശ്ചയിച്ച് വിവേകികൾ ശ്രവണകീർത്തനാദികളിൽ അഭിരുചിയുള്ള സകല ജനങ്ങളുടെയും വാസനാപര്യന്തമുള്ള കർമ്മദോഷത്തെ നശിപ്പിക്കുന്ന ഭവൽകഥാമൃതത്തെ സേവിച്ച് ആധ്യാത്മികാദി താപത്രയത്തിൽ നിന്നും മുക്തരായിരിക്കുന്നു എന്നിരിക്കെ സ്വരൂപസാക്ഷാത്കാരം കൊണ്ട് ആന്തരിക ധർമ്മങ്ങളായ രാഗാദികളെയും കാലികധർമ്മങ്ങളായ വാർദ്ധക്യാദി ലക്ഷണങ്ങളെയും വെടിഞ്ഞ് നിത്യാനന്ദ ചിദാത്മകമായ ഭവൽ സ്വരൂപത്തെ ഭജിക്കുന്നവർ താപത്രയത്തിൽ മുക്തരായി ഭവിക്കുന്നുവെന്ന് പറയേണ്ടതില്ലല്ലോ. സകല ദേവഗണങ്ങളാലും വാഴ്ത്തപ്പെട്ട സൽ ഗുണങ്ങളോടുകൂടിയ ദേവാദിദേവനെന്ന് നിന്തിരുവടിയെ അറിഞ്ഞിരിക്കുന്ന എല്ലാ വിവേകികളും നിന്തിരുവടിയുടെ സൽക്കഥാശ്രവണത്താലും സ്വരൂപധ്യാനത്താലും താപം തീർത്ത് നിന്തിരുവടിയിൽ രമിക്കുന്നവരാണ്. ഭഗവാനെ അനുവിധാനം ചെയ്ത്, അതായത് ഭജിച്ച് കഴിയുന്നവർ മാത്രമാണ് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നവർ. അവരുടെ ജീവിതമാണ് സഫലം. അങ്ങനെ അല്ലാത്തവരും ശ്വസിക്കുന്നുണ്ടാവാം. അത് തീ ഊതിക്കത്തിക്കുവാൻ തോലുണ്ടാക്കിയാൽ മതി. ദേഹദാതാവായ ഭഗവാനെ ഓർക്കാതിരിക്കുന്നവർ കൃതജ്ഞന്മാർ കൂടിയാണ്. സമഷ്ടിരൂപമായ ഈ ലോകത്തെയും വൃഷ്ടിരൂപമായ ഇതിലെ ഓരോ ശരീരത്തെയും സൃഷ്ടിച്ചത് മഹാതത്വാദികളാണെങ്കിലും ആ മഹാതത്വാദികൾക്ക് അതിനുള്ള കഴിവുണ്ടായത് നിന്തിരുവടിയിൽ അവയെ അനുപ്രവേശിച്ച് അവയെ പ്രവർത്തിപ്പിച്ചത് കൊണ്ടാണ്. മാത്രമല്ല, ശരീരികളുടെ അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്നിങ്ങനെയുള്ള പഞ്ചകോശങ്ങളിൽ നിന്തിരുവടി തന്മയനായിട്ട്, അതായത് അന്നപ്രാണാദി രൂപത്തിൽ പ്രകാശിക്കുന്നു. ഈ വിധം നിന്തിരുവടി മഹതാദിതത്വങ്ങളോടും അന്നമയാദി കോശങ്ങളോടും ചേർന്ന് അവയ്ക്കൊക്കെയും ആധാരബോധനായി നിൽക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അസംഗനാകുന്നു. സദസദ്രൂപങ്ങളിൽ നിന്ന്, സ്ഥൂലസൂക്ഷ്മങ്ങളിൽ നിന്ന്, കാര്യകാരണങ്ങളിൽ നിന്ന് ഭവാൻ തികച്ചും അതീതൻ. നേതി വാക്യങ്ങളാൽ ഇവയെല്ലാം നിഷേധിക്കപ്പെടുമ്പോൾ ആ നിഷേധത്തിനും സാക്ഷിയായിട്ട് അവശേഷിക്കുന്ന ഭഗവാൻ ഏകമായ സത്യസ്വരൂപം മാത്രം ആകുന്നു. ജീവന്മാർ മനുഷ്യ ശരീരത്തെ ലഭിച്ചിട്ടും കൂടി ശ്രവണം, കീർത്തനം, സ്മരണം എന്നു തുടങ്ങിയ വിധികളാൽ ഭഗവാനെ ഭജിക്കുന്നില്ലെങ്കിൽ അവരുടെ ശ്വാസോച്ഛ്വാസം നിഷ്ഫലമാകുന്നു. തുരുത്തികൾക്കുള്ളിലെ വായുഗതാഗതം പോലെയാകുന്നു. ഋഷിമാർ നിന്തിരുവടിയെ പ്രാപിക്കുവാനായി എല്ലാ സമ്പ്രദായങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട്. അവയിൽ സ്ഥൂലവീക്ഷണമുള്ളവർ ഉദരത്തെ അവലംബിച്ചിരിക്കുന്ന മണിപൂരക ചക്രത്തിൽ ബ്രഹ്മത്തെ അഗ്നിരൂപത്തിൽ ധ്യാനിക്കുന്നു. സൂക്ഷ്മവീക്ഷണമുള്ള ആരുണി ഋഷികൾ സമസ്ത നാഡികളുടെയും പ്രസരണ കേന്ദ്രമായ ഹൃദയത്തിൽ ബ്രഹ്മത്തെ ദഹരാകാശ രൂപത്തിൽ ധ്യാനിക്കുന്നു. നിന്തിരുവടിയെ പ്രാപിക്കുന്നതിനുള്ള ഉത്കൃഷ്ടമാർഗമായ സുഷുമ്ന ഈ ഹൃദയത്തിൽ നിന്നാണ് ബ്രഹ്മരന്ധ്രത്തിലേക്ക് എത്തി അതിനോട് ചേർന്ന് ദേഹമധ്യത്തിൽ നിലയുറച്ചിരിക്കുന്നത്.
ഈ സുഷുമ്നാമാർഗം സ്വീകരിച്ച് ദേഹത്യാഗം ചെയ്ത ജീവന് വീണ്ടും ജന്മ മൃത്യു ഭയം ഉണ്ടാകയില്ല. ഉദരാദിസ്ഥാനങ്ങളിൽ ഋഷിപ്രോക്ത മാർഗങ്ങളനുസരിച്ച് യാതൊരു ദേവൻ ധ്യാനിക്കപ്പെടുന്നുവോ അങ്ങനെ ധ്യാനിക്കുന്നവരുടെ മൃത്യുഭയത്തെ യാതൊരു ദേവൻ നശിപ്പിക്കുന്നുവോ ഹൃദയാന്തർഗതനായ ആ ദേവനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. ഉദരാദിസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വരൻ ഉപാസ്യനാണെന്ന് പറഞ്ഞതുകൊണ്ട് ഈശ്വരനും ജീവനെ പോലെ ഉദരാദ്യുപാധിബന്ധ ഉണ്ടെന്നോ ഉപാധിഭേദകൃതമായ അല്പത്വ മഹത്വാദി ലക്ഷണങ്ങൾ ഉണ്ടെന്നോ ആശങ്കിക്കരുത്. ഈശ്വരസ്വരൂപം സർവോപാധിരഹിതമായ സന്മയമാണെന്ന് വിശദീകരിക്കുന്നു. ഭഗവാൻ ദേവമനുഷ്യ മൃഗപക്ഷാദികളായ നാനായോനികളെ സൃഷ്ടിച്ചു. എന്നും എങ്ങും ഏതു രൂപത്തിലുമുള്ള നിന്തിരുവടി ആദിയിൽ തന്നെ അവയിലുമുണ്ട്. എങ്കിലും അവയിൽ അനുപ്രവേശിച്ച പോലെ തോന്നിച്ചുകൊണ്ടിരിക്കുന്നു. വിറകുകൊള്ളിയുടെ വളവും ചെരിവും ഏറ്റക്കുറവുകളും അനുകരിച്ചുള്ള രൂപമാറ്റം അഗ്നിയിൽ കാണുന്ന പോലെ അതാത് യോനികളുടെ ആകൃതി ഭേദമനുസരിച്ചുള്ള വ്യത്യാസം നിന്തിരുവടിയിലും കാണുകയാണ്. ആകയാൽ വിരക്തന്മാരും ഉള്ളുതെളിഞ്ഞവരുമായ വിവേകികൾ നിന്തിരുവടിയുടെ സ്വരൂപത്തെ കാണുന്നത് സർവത്ര സമമായും മിഥ്യാജഗത്തിൽ സത്യമായും ഏകരസമായ സന്മാത്രമായും ഇരിക്കുന്ന നിരുപാധിക വസ്തുവായിട്ടാണ്. തന്നാൽ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളിൽ മുഴുവനും ന്യൂനാധിക ഭാവം കൂടാതെ നിറഞ്ഞിരിക്കുന്നവനും എല്ലാറ്റിലും സത്താമാത്രമായി സ്ഥിതി ചെയ്യുന്നവനുമായ ഭഗവാനെ ഭജിച്ചുകൊള്ളുന്നു. ഈ കാണുന്ന സ്വകർമ്മകൃതമായ ശരീരങ്ങളിൽ പുറത്തും അകത്തും മറവില്ലാത്ത ജീവാത്മാവിനെ സമസ്ത ശക്തികൾക്കും ആശ്രയഭൂതനായ ഭഗവാന്റെ അംശമെന്ന നിലയ്ക്കും കാര്യമെന്ന നിലയ്ക്കും ഉള്ളതായിട്ട് പറഞ്ഞു വരികയാണ്. എന്നിങ്ങനെ ജീവൻ്റെ തത്വത്തെ വിവേചിച്ചറിഞ്ഞ് ഭൂമിയിലുള്ള വിജ്ഞന്മാർ വേദോക്ത കർമ്മങ്ങളുടെ ആധാരകേന്ദ്രമായിരിക്കുന്നതും സംസാര നിവൃത്തിയെ ഉണ്ടാക്കുന്നതുമായ നിന്തിരുവടിയുടെ തൃപ്പാദത്തെ വിശ്വസിച്ചുകൊണ്ട് സേവിക്കുന്നു. ദേഹാദ്യുപാധികൾ പരമാത്മാവായ ഈശ്വരൻ ഇല്ലെന്ന് പറഞ്ഞുവല്ലോ. തത്വമസ്യാദി വേദാന്തവാക്യങ്ങളുടെ താൽപ്പര്യം പരിശോധിച്ചാൽ ജീവനു പോലും ദേഹാദ്യുപാധികളില്ലെന്ന് മനസ്സിലാക്കാം. പ്രസ്തുത സംഗതിയെയാണ് നമുക്കിവിടെ വെളിപ്പെടുത്തുന്നത്. ജീവൻ ഏതേതു ദേഹങ്ങളിൽ നിവസിക്കുന്നുവോ അവയെല്ലാം അവൻ്റെ പ്രാരാബ്ധ കർമ്മവശാൽ ഉണ്ടായവയാണ്. ആകയാൽ യഥാർത്ഥത്തിൽ ജീവൻ ദേഹാദി സംബന്ധമായ ബാഹ്യാഭ്യന്തര സംവരണത്തിന് അധീനനാവുന്നും ഇല്ല. ദൈനികമായുള്ള കാര്യകാരണങ്ങൾ കൊണ്ടുണ്ടാകാവുന്ന മറവ് ജീവനിൽ സംഭാവ്യമല്ല. ദേഹാദികൾ സത്യമല്ല എന്നത് തന്നെ അതിനുള്ള കാരണം. സമസ്ത ശക്തികൾക്കും ആധാരമായ ഈശ്വരൻ ആ ഈശ്വരൻ്റെ അംശമെന്ന നിലയ്ക്കും നിന്തിരുവടിയാൽ സൃഷ്ടമായതെന്ന നിലയ്ക്കും ജീവനെക്കുറിച്ച് ഉപചാരവാക്കായി പറഞ്ഞു വരുന്നുണ്ടെങ്കിലും ജീവനും ഈശ്വരനും ഒന്നു തന്നെയാണ്. ഭവൽ സ്വരൂപവും ജീവസ്വരൂപവും
നിത്യസത്യങ്ങളാകിയാൽ രണ്ടും ഒന്ന് എന്ന് നമുക്ക് അനുമാനിക്കാം. ബുദ്ധിമാന്മാർ ഈ വിധത്തിൽ ജീവതത്വത്തെ ചിന്തിച്ചറിഞ്ഞ് സകല വൈദിക കർമ്മങ്ങളുടെയും സമർപ്പണ സ്ഥാനവും മോക്ഷസ്വരൂപവുമായ ഭവൽചരണത്തെ വിശ്വസിച്ച് ഭക്തിപൂർവം ഭജിച്ചു വരുന്നു. ഭക്തിപൂർവകമായ ചരണഭജനമെന്നിയേ ആത്മസാക്ഷാത്കാര ലക്ഷണമായ ബ്രഹ്മജ്ഞാനം സിദ്ധിക്കയില്ലെന്ന് അവർ കണ്ടിരിക്കുന്നു. ഭഗവാൻ പരമാനന്ദ സ്വരൂപനാണ്. ഭഗവാന്റെ അംശമായ നമുക്ക് ഭവൽചരണത്തെ സേവിക്കുവാനുള്ള കൽപ്പന തന്ന് ആ ഭഗവാന്റെ മായയാൽ രചിതമായ ബന്ധത്തെ തീർത്തു തരണമെന്നാണ് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളത്. ദുർബോധമായുള്ള ആത്മതത്വത്തെ അറിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സ്വീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയ ഭഗവാന്റെ കഥകളാവുന്ന വലിയ ഈ അമൃത കടലിലേക്ക് ഇറങ്ങുകയാൽ ഗതശ്രമന്മാരായി ഭവിച്ചവരായ ചിലർ ഭഗവാന്റെ തൃച്ചേവടിയാവുന്ന ചെന്താമരപ്പൂവിൽ ഹംസങ്ങളെന്ന പോലെ രമിക്കുന്ന ഈ ഭക്തന്മാരുടെ സംഘത്തോടുള്ള സംസർഗത്താൽ പരിത്യജിക്കപ്പെട്ട ഗൃഹബന്ധത്തോടു കൂടിയവരായിട്ട് അപവർഗം അഭിമുക്തിയെപ്പോലും ആശിക്കാതെ ഇരിക്കുന്നു. തൃപ്പാദഭക്തിയാണ് ആത്മതത്വജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ആത്മഭക്തി, ഈ ഭക്തിമാർഗത്തിൻ്റെ പ്രാധാന്യത്തെ നമുക്കിവിടെ പ്രതിപാദിക്കാം. ദുർബോധമായ ഈ ആത്മതത്വത്തെ ബോധിപ്പിക്കുന്നതിനായി നിന്തുരുവടി അനേകം ലീലാവതാരങ്ങളെ സ്വീകരിച്ചു. ആ ലീലാവതാര കഥകളാവുന്ന അമൃത മഹാസാഗരത്തിൽ ഇറങ്ങി മുങ്ങി നമ്മൾ ഭക്തന്മാർ ഉൾത്തളർച്ച തീർക്കുന്നു. അവരിൽ തന്നെ വിശിഷ്ടരായ ചിലർ ഭക്തിയെ പരമ പുരുഷാർത്ഥമെന്നറിയപ്പെടുന്ന മുക്തിയേക്കാളും അഭികാമ്യമായി കരുതുന്നു. ഈശ്വരൻ്റെ പാദ സരോരുഹത്തിൽ വിഹരിക്കുന്ന പരമഹംസ സംഘത്തിൽ ചെന്ന് ഗൃഹബന്ധം അറുത്തു കളഞ്ഞിരിക്കുന്നവരാണ് നമ്മൾ ഭക്തന്മാർ. ചില മഹാത്മാക്കൾ ഭവൽ കഥാമയമായ അമൃത സമുദ്രത്തിൽ വിഹരിച്ച് പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് ധർമാർത്ഥ കാമമോക്ഷങ്ങളെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞ് അവരുടെ ജീവിതമാർഗത്തിൽ മുന്നോട്ട് പോകുന്നു. സമസ്ത ഭക്തന്മാർക്കും ദൈവാനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ജഗദീശ്വരനോട് നമിക്കുന്നു. ഓം നമോ നാരായണായ.